ഗ്രാഫിക് ഡിസൈനിലെ പ്രധാനപ്പെട്ട ഒരു ഡിസൈൻ പ്രിൻസിപ്പിളായ റിപ്പീറ്റേഷനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒരു ഡിസൈനിൽ മനഃപൂർവ്വമായിട്ട് നമ്മൾ കുറച്ച് വിഷ്വൽ എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ റിപ്പീറ്റേഷൻ എന്ന് പറയും. റിപ്പീറ്റേഷൻ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ പ്രിൻസിപ്പിളാണ്. അത് നമുക്കാണെങ്കിൽ ഒരു കെട്ടുറപ്പും താളവും വിഷ്വൽ ഇൻട്രസ്റ്റും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ സ്ട്രാറ്റജിക്കലി നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്കാണെങ്കിൽ ഒരു സെൻസ് ഓഫ് യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മൊത്തത്തിൽ നമ്മുടെ മെസ്സേജും തീമും ഒക്കെ നമുക്ക് കുറച്ചുകൂടെ ശക്തിപ്പെടുത്താനും സാധിക്കുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിപ്പീറ്റേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. ഒന്നാമത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ യൂണിറ്റി ആൻഡ് കൊഹീഷനാണ്. നമ്മൾ റിപ്പീറ്റേഷൻ കൊണ്ടുവരുന്ന സമയത്ത് മൊത്തത്തിൽ ഒരു വിഷ്വൽ കൺസിസ്റ്റൻസി ക്രിയേറ്റ് ആവുകയും അതിലൂടെ നമുക്കാണെങ്കിൽ മൊത്തത്തിലൊരു യൂണിറ്റിയും ഒരു കോഹസീവ്നെസ്സും ഒക്കെ ക്രിയേറ്റ് ആവുന്നതാണ്. യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒത്തൊരുമയാണ്, കോഹസീവ്നെസ് എന്ന് പറഞ്ഞാൽ കെട്ടുറപ്പാണ്. അപ്പോൾ ഒരു മൊത്തത്തിലൊരു ഒത്തൊരുമയും ഒരു കോഹസീവ്നെസ്സും ഒക്കെ ക്രിയേറ്റ് ആവുന്നതാണ്. ഇപ്പോൾ നമ്മളാണെങ്കിൽ ഷേപ്പ്, കളറ്, ഫോണ്ട്, പാറ്റേൺ ഇങ്ങനത്തെ വിഷ്വൽ എലമെൻറ്റ്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു കോമ്പോസിഷൻ്റെ തന്നെ ഡിഫറൻറ്റ് പാർട്സൊക്കെ ഒന്നിച്ചാവുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് അതിനെല്ലാത്തിനും ഒരു റിലേഷൻ ക്രിയേറ്റ് ആവുന്നതാണ്. അങ്ങനെ മൊത്തത്തിലൊരു സെൻസ് ഓഫ് ഹാർമണിയും ഒരു പൂർണ്ണതയൊക്കെ ക്രിയേറ്റ് ആവുന്നതാണ്. ഇനിയുള്ള പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വിഷ്വൽ റിതമാണ്. റിതം എന്ന് ഉദ്ദേശിക്കുന്നത് താളമാണ്. മൊത്തത്തിലൊരു ഒഴുക്ക് ക്രിയേറ്റ് ആവുന്നതാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ റിപ്പീറ്റേഷൻ കൊണ്ടുവരുന്ന സമയത്ത് ഒരു വിഷ്വൽ റിതവും ഒരു പാറ്റേണും ഒക്കെ മൊത്തത്തിൽ ഡിസൈനിൽ ക്രിയേറ്റ് ആവുന്നതാണ്. ഇപ്പോൾ നമ്മളാണെങ്കിൽ റെഗുലറായിട്ട് ഈ റിപ്പീറ്റേഷൻ കൊണ്ടുവരികയാണ്, ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ റിപ്പീറ്റേഷൻ കൊണ്ടുവരികയാണെങ്കിൽ ഒരു സെൻസ് ഓഫ് മൂവ്മെൻറ്റ് ക്രിയേറ്റ് ആവും, ഒരു ഫ്ലോ ക്രിയേറ്റ് ആവും. അങ്ങനെ വ്യൂവേഴ്സിൻ്റെ അറ്റൻഷൻ പിടിച്ചു പറ്റുന്ന രീതിയിൽ ഒരു വിഷ്വൽ ഇൻട്രസ്റ്റ് നമ്മുടെ ഡിസൈനിൽ ക്രിയേറ്റ് ആവുന്നതാണ്. ഇനിയുള്ളൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡിങ്ങും റെക്കഗ്നീഷനും ഒക്കെയാണ്. ഇപ്പോൾ നമുക്കാണെങ്കിൽ ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് റിപ്പീറ്റേഷൻ നല്ല രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്കാണെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എലമെൻറ്റ്സ്, അതായത് ലോഗോ, കളർ പാലറ്റ്, ടൈപ്പോഗ്രഫി, ഇവ കാര്യങ്ങളൊക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ ബ്രാൻഡ് റെക്കഗ്നീഷൻ ശക്തിപ്പെടുത്താൻ സഹായിക്കും. അതുകൂടാതെ നമുക്കാണെങ്കിൽ മൊത്തത്തിലൊരു സ്ട്രോങ് വിഷ്വൽ പ്രസൻസ് എല്ലാ മീഡിയയിലും ക്രിയേറ്റ് ചെയ്യാനും സഹായിക്കുന്നതാണ്. ഇനി നമുക്കാണെങ്കിൽ റിപ്പീറ്റേഷൻ യൂട്ടിലൈസ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് നോക്കാം. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ചൂസ് കീ എലമെൻറ്റ്സ്. അതായത് ഒരു ഡിസൈൻ കൺസെപ്റ്റിലോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റിയിലോ നമുക്കാണെങ്കിൽ പ്രധാനപ്പെട്ട വിഷ്വൽ എലമെൻറ്റ്സ് ചൂസ് ചെയ്യാം. ഷേപ്പ്, കളറ്, ടെക്സ്ചർ, പാറ്റേൺ ഇതിലൊക്കെ ചൂസ് ചെയ്തിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ടതൊക്കെ ചൂസ് ചെയ്തിട്ട് അതൊക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയുള്ളത് കൺസിസ്റ്റൻസിയാണ്. ഇപ്പോൾ നമ്മൾ റിപ്പീറ്റഡ് എലമെൻറ്റ്സിൽ ഒരു കൺസിസ്റ്റൻസി വേണം. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പിയറൻസിൽ, യൂസേജിലേക്ക് ഒരു കൺസിസ്റ്റൻസി വേണം. അങ്ങനെ കൺസിസ്റ്റൻസി കൊണ്ടുവരുവാണെങ്കിൽ നമുക്കൊരു ഓവറാൾ യൂണിറ്റിയും ഒരു കെട്ടുറപ്പും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനിയുള്ളൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വേരിയേഷനും മോഡിഫിക്കേഷനും ഒക്കെയാണ്. ഇപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന വിഷ്വൽ എലമെൻറ്റ്സിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള വേരിയേഷനും മോഡിഫിക്കേഷനും ഒക്കെ കൊണ്ടുവരാവുന്നതാണ്. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് കുറച്ചുകൂടെ വിഷ്വൽ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ആവുന്നതാണ്. നമുക്ക് ചെറിയ രീതിയിൽ സ്കെയിലിൽ, ഓറിയൻറ്റേഷനിൽ, റൊട്ടേഷനിൽ, അതിൻ്റെ സ്പേസിങ്ങിനൊക്കെ മാറ്റം കൊണ്ടുവരാവുന്നതാണ്. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് മൊത്തത്തിൽ ഒരു ഡൈവേഴ്സിറ്റി ക്രിയേറ്റ് ആവുന്നതാണ്. ഇനിയുള്ളൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ഹൈറാർക്കിയാണ്. ഇപ്പോൾ നമ്മൾ വിഷ്വൽ ഹൈറാർക്കി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രീതി വേണം റിപ്പീറ്റേഷൻ യൂസ് ചെയ്യാൻ. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു എലമെൻറ്റിൽ കൂടുതൽ അറ്റൻഷൻ വേണം, അല്ലെങ്കിൽ അത് കൂടുതൽ ഊന്നി കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എലമെൻറ്റ് കൂടുതൽ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയുള്ളതൊരു എക്സാമ്പിളാണ്. ഈ ഒരു എക്സാമ്പിളിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും ഗൂഗിൾ ആപ്സിൻ്റെ കുറേ ലോഗോസാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഒരു കളർ പാലറ്റ് റിപ്പീറ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബ്രാൻഡിൻ്റെ റെക്കഗ്നിഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു എക്സാമ്പിളിൻ്റെ അകത്ത് നമുക്ക് കുറേ സ്ലൈഡ് കാണാൻ പറ്റും. ഈ സ്ലൈഡിൻ്റെ അകത്ത് കോമൺ ആയിട്ട് കളർ പാലറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ സെയിം കളർ പാലറ്റാണ് ഇവിടെയൊക്കെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് കാണാൻ പറ്റും ഫോണ്ടും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ഡിസൈൻ ഒരു വിഷ്വൽ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു റിപ്പീറ്റേഷൻ സഹായിക്കുന്നുണ്ട്.